PV അൻവർ പൊട്ടിച്ചൊരു ബോംബാണ്. IPSലെ പവർ ഗ്രൂപ്പുകളെല്ലാം ഒന്ന് വല്ലാതെ വിറപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫോൺ ശബ്ദരേഖ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകാൻ സാധ്യത. ഇങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാമോ? ഒരു MLA എന്നുള്ള നിലയ്ക്ക് സ്വകാര്യ സംഭാഷണത്തെ എടുത്ത് മാധ്യമങ്ങൾക്ക് നൽകി അത് ചർച്ചയാക്കാമോ? അതൊരു MLAക്ക് ഭൂഷണമാണോ എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തത്, ഈ വിഷയം PV അൻവർ ഉയർത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു MLA ആണ് അത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കൊണ്ട് അത് സർക്കാരിനെതിരെയുള്ള ഒരു MLAയുടെ നീക്കമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതാണിപ്പോ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിന്റെ രണ്ട് ആംഗിളിൽ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ. അതിൽ ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഫോൺ സംഭാഷണം പുറത്തേക്ക് വിട്ടത് ശരിയായ കാര്യമാണെന്നോ? അതിനെ സംബന്ധിച്ച് നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമ്മളോട് ഒരാൾ സ്വകാര്യ സംഭാഷണം നടത്തുന്നത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ശരിയല്ല. കാരണം നമ്മളെ വിശ്വസിച്ച് ഒരാൾ സംസാരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല. പക്ഷെ എന്ത് കോണ്ടെക്സ്റ്റിൽ അത് ചെയ്തു, അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെ ചെയ്യാൻ എന്തുകൊണ്ട് നിർബന്ധിതരായി? ആ ഒരു അടുത്തേക്ക് വരുമ്പോഴാണ് PV അൻവർ ചെയ്ത ഈ ഒരു ഫോൺ സംഭാഷണം. കാര്യം നമ്മുടെ സർക്കാർ തലത്തിൽ തന്നെ ഒരു വലിയ ഇടപെടൽ അല്ലെങ്കിൽ വലിയൊരു സ്വാതന്ത്ര്യം പോലീസ് സേനയ്ക്ക് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടുണ്ട്. കാര്യം സേനയിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ വേണ്ട, പോലീസിനെ സ്വതന്ത്രമായി അവരുടെ ജോലി നോക്കാനുള്ള സംവിധാനം ഒരുക്കണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഈ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടപെട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പോലീസ് മേഖലകളിൽ അനാവശ്യമായുള്ള ഇടപെടലോ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരു MLA വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് തുറന്നു ബോധ്യപ്പെടുന്നില്ലേ? അതായത് പോലീസ് സംവിധാനം അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കുപോക്കുകളല്ല, അത് ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ട സംവിധാനങ്ങൾ അത് ആഭ്യന്തര വകുപ്പ് ഏർപ്പെടുത്തി കൊടുത്തതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. അതായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റ് നേരത്തെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതായത് അവിടെ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം, അദ്ദേഹത്തിന്റെ തന്നെ പ്രോപ്പർട്ടിയിൽ നിന്ന് 2500 കിലോ വരുന്ന അദ്ദേഹത്തിന്റെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന് ചങ്ങല 2500 കിലോ ഭാരമുള്ള ചങ്ങല കൊണ്ടുപോയ വിഷയം, ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസം അദ്ദേഹം മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗിൽ വെച്ചിട്ട് SP-യെ പരസ്യമായിട്ട് വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ആ ഒരു 30 മിനിറ്റുള്ള ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വിഷയത്തിൽ പറയുന്നതെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അവിടെയും അദ്ദേഹം ആ പ്രസംഗത്തിനിടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് അത് വിമർശിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, മറുനാടൻ ഷാജൻ സ്കറിയയുടെ പേര് അന്ന് ജില്ലാ പോലീസ് അസോസിയേഷന്റെ ആ യോഗത്തിലും എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോഴും MR അജിത് കുമാർ എന്ന ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള വ്യക്തിയെ കുറിച്ച് പറയുമ്പോഴും മറുനാടൻ ഷാജൻ സ്കറിയയുടെ പേര് എടുത്ത് പറയുന്നുണ്ട്. അവിടെ പോലീസുകാർക്ക് ഈ മാധ്യമ മേഖലയിൽ നിൽക്കുന്ന പലരുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ചില കഥകൾ അതിനോടൊപ്പം തന്നെ പുറത്തു വരികയാണ്. അവിടെയാണ് അതായത് ഈ പോലീസിനകത്ത് നടക്കുന്ന പവർ ഗ്രൂപ്പുകളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കൊള്ളരുതായ്മ ഇടപെടലുകൾ അല്ലെങ്കിൽ അവിശുദ്ധ ബന്ധങ്ങൾ അതിനെ സമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നു കാട്ടാൻ മറ്റു പോംവഴിയില്ലാതെ സുജിത് ദാസ് IPS എന്ന വ്യക്തി അദ്ദേഹത്തെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ, കാര്യം അവിടുത്തെ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണല്ലോ MLA ഇന്ന് അവിടെ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. അത് ക്യാമ്പ് ഹൗസിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പ് ഓഫീസിലേക്ക് ചെല്ലുകയാണ്. SP ആയിട്ടുള്ള ശശിധരന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ മരം മുറിച്ചതായിട്ടുള്ള പരാതി കിട്ടിയതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് കാണണമെന്ന് അറിയിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ ഒറ്റയാൾ പ്രതിഷേധം നടത്തുന്നത്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന രണ്ട് കാര്യങ്ങളും ജെന്യുവിനാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയാകേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. മറുനാടൻ ഷാജൻ സ്കറി എന്ന വ്യക്തി ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് പലയിടങ്ങളിലും വരുമ്പോൾ പോലീസിന്റെ വകുപ്പുകൾ ചുമത്തിയതിനു ശേഷം ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വലിയ അമാന്തം ഉണ്ടാകുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ എല്ലാത്തിലും ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നുണ്ട്. IPS ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നുണ്ട്? അത് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കാര്യം ഒരു മീഡിയ മേഖലയിൽ നിന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അതായത് ഒരു പ്രൊഫഷണൽ ചാനലിലെ ജോലി ചെയ്ത സന്ദർഭങ്ങളിൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, പോലീസുകാരും മാധ്യമ പ്രവർത്തകരും തമ്മിൽ വലിയ അടുത്ത ബന്ധങ്ങൾ സൂക്ഷിക്കാറുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ വലിയ അടുത്ത ബന്ധം സൂക്ഷിക്കാറുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ വാർത്തകൾ പലപ്പോഴും പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടി, അതായത് മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് തന്നെ വാർത്ത വരാൻ താല്പര്യമുള്ള, തന്റെ പേര്
പത്രങ്ങളിലും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അച്ചടിച്ച് വരുന്നത് കാണാനും അത് വായിക്കാനും താല്പര്യമുള്ള നിരവധി ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ട്. സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യാനും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയാനും ഒപ്പം സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് വാർത്തയായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്, അതിനവർ സമീപിക്കാറുണ്ട്. ഈ ബന്ധമാണ് പലപ്പോഴും വഴിവിട്ട നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത്. അതിനൊരു ഉദാഹരണമാണ് IG പി വിജയൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? അതിപ്പോ ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആയിട്ടുള്ള അജിത് കുമാർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അജിത് കുമാറും ഈ വിജയനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് പോലെയും ഇതിനകത്തൂടെ കടന്നു വരുന്നുണ്ട്. അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. കാര്യം IG പി വിജയൻ ചെയ്തത് നെറികെട്ട ഒരു പ്രവർത്തനമാണ്. കാര്യം അന്ന് പി വിജയനെ ഏറ്റവും കൂടുതൽ ഇവിടെ സപ്പോർട്ട് ചെയ്ത് ശബ്ദമുയർത്തിയതാണ് മറുനാടൻ ഷാജൻ. എന്താണ് മറുനാടൻ ഷാജന് പി വിജയനോട് ഇത്രയും വലിയ താല്പര്യം? ഒരു വിശുദ്ധനായ ഉദ്യോഗസ്ഥൻ എന്നാണ് പറയുന്നത്. ഒരു വിശുദ്ധനായ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു NIA കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതേ ആ പ്രതിയെ കൊണ്ടുവരുന്ന വഴി പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചുമതലയിൽപ്പെട്ട കാര്യം പോലുമല്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പി വിജയൻ എന്തിനാണ് മാധ്യമങ്ങൾക്ക് ആ വിവരം ചോർത്തി കൊടുത്തത്? അവിടെ അവർ വരുന്ന വഴി മുഴുവൻ ഈ ക്യാമറയായിട്ട് ഇവർ ഫോളോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വണ്ടി വഴിക്ക് പഞ്ചറാകുമ്പോൾ പഞ്ചറായി ഗുരുതരമായ വീഴ്ച എന്ന നിലയ്ക്ക് പോലീസ് സേനയെ അവഹേളിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ വഴിയൊരുക്കിയത് അന്ന് പി വിജയനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പി വിജയൻ ചെയ്ത പ്രവർത്തനം മാധ്യമങ്ങളുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പേരിലാണ്. ഇതേ കാര്യം ഇപ്പൊ പുറത്തേക്ക് വരുമ്പോൾ സുജിത് ദാസ് IPS എന്തുകൊണ്ട് PV അൻവർ കരുവാക്കി എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സഹായം ചോദിച്ചു വിളിക്കുന്നതാണ്. കാര്യം ആ മരമുറി കേസുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിന് കൂടി ചിലപ്പോൾ അതിൽ ആരോപണ വിധേയനായി നിൽക്കുന്നത് കൊണ്ട് ആ പരാതി ഒഴിവാക്കണമെന്ന ആവശ്യം പറയാൻ വിളിക്കുന്നതിനിടയിലാണ് ഇവർ തമ്മിലുള്ള സംഭാഷണം പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് MR അജിത് കുമാറിന്റെ പ്രവർത്തനവും മറുനാടൻ ഷാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കേസുകളിലെല്ലാം ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ MR അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതൊരു പക്ഷേ മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തന ചുമതല നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് പറയുമ്പോൾ വേണ്ടത്ര വിശ്വാസ്യത ഇല്ലാതെ വരും. കാര്യം ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തെ കൂടി, കാര്യം ഇപ്പൊ PV അൻവർ ഇതിനെക്കുറിച്ച് പരസ്യമായി പറയുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ ലോബിയുടെ ഭാഗമായി സഞ്ചരിക്കുന്ന മാധ്യമങ്ങൾ അതിനെ ചിത്രീകരിക്കാറുള്ളത് ഇത് ഉദ്യോഗസ്ഥൻ എന്തോ കാര്യം പറഞ്ഞിട്ട് ചെയ്തില്ല, അഴിമതി നടത്താൻ വേണ്ടി സ്വാധീനിച്ച കാര്യമായതുകൊണ്ട് ചെയ്യാത്തത് കൊണ്ടാകാം അൻവർ ഇങ്ങനെ വിമർശിക്കുന്നത് എന്നുള്ളൊരു തലത്തിലേക്ക് ഇതിനെ വളച്ചൊടിക്കാം. അങ്ങനെ തന്നെയാണ് അതിനെ ആദ്യ രീതിയിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള വാർത്തകൾ മഹത്വവൽക്കരിച്ച് പുറത്തേക്ക് വന്നത്. ശശിധരൻ എന്ന് പറയുന്ന ആ കൺഫേർഡ് IPS ഉദ്യോഗസ്ഥനെ കുറിച്ച് അറിയില്ലേ? ഈ കൺഫേർഡ് IPS ഉദ്യോഗസ്ഥനൊക്കെ ആരോ ആയിക്കോട്ടെ, അവർക്ക് ഈ പദവി കിട്ടുന്നത് എന്തിനാണ്? സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാനാണല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് അത് നിയമപരമായി അല്ലെങ്കിൽ വഴിവിട്ട ആവശ്യമല്ല, നിയമപരമായിട്ടുള്ള ആവശ്യമാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ചെയ്തു കൊടുക്കേണ്ടതല്ലേ? അത് ചെയ്തു കൊടുക്കാത്ത പ്രശ്നത്തെ സംബന്ധിച്ചാണ് ഈ വിഷയങ്ങളെല്ലാം ഉടലെടുക്കുകയും ഈ രീതിയിൽ അത് കടന്നു പോവുകയും ചെയ്യുന്നത്. അവിടെ ഇവർ തമ്മിലുള്ള പേഴ്സണൽ ആ ഒരു സംസാരത്തിന് അല്ലെങ്കിൽ കോൺവെർസേഷനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുജിത് ദാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കൺഫേർഡ് ആയതുകൊണ്ട് തന്നെ, പ്രായമേറിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിയാത്ത ഒരു പ്രശ്നമുണ്ട്. അതിൽ ഇടപെടുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. MR അജിത് കുമാറിന്റെ ഒരു കോക്കസിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ആ ഒരു കോക്കസ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് IPS ഗ്രൂപ്പിനകത്ത് ഈ തരത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പുകളുണ്ട്. ആ പവർ ഗ്രൂപ്പുകൾ ചിലർക്ക് വേണ്ടി ഫേവറിസം നടത്തുന്നുണ്ട്. അജിത് കുമാറിന്റെ കാര്യം ഇപ്പോ അങ്ങ് മഹത്വവൽക്കരിച്ചെന്നും പറയേണ്ട കാര്യമില്ല. ഈ അജിത് കുമാർ ഈ അടുത്ത കാലത്ത് അറിയാലോ, സ്വപ്ന സുരേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ ചോർത്തി കൊടുക്കുകയും സ്വപ്നയുടെ ഫ്ളാറ്റിൽ ചെന്ന് കയറി കൊടുത്ത സാഹചര്യം ആരും മറന്നിട്ടില്ലല്ലോ. അപ്പോ ആ തരത്തിൽ അജിത് കുമാറിന് നേരത്തെ ബന്ധമുണ്ടായിരുന്നേ, ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് സ്വപ്നയെ സഹായിക്കാൻ വേണ്ടി MR അജിത് കുമാറിന്റെ കോണ്ടാക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകളെ കുറിച്ച്, അതായത് അവിടെ ഏത് തരത്തിൽ അന്വേഷണ സംഘം വരുമെന്നൊക്കെ ഉറപ്പിക്കാനായിട്ട് അന്ന് ആ മുൻ മാധ്യമ പ്രവർത്തകന്, പ്രത്യേകിച്ച് VD സതീശന്റെ സ്വന്തം ആളായിട്ടുള്ള മാധ്യമ പ്രവർത്തകന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ സ്വാധീന വലയത്തിൽ പെടുന്നവരാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും വേണ്ടതേ. അങ്ങനെയുള്ള സ്വാധീന വലയങ്ങളെ പൊളിക്കാൻ സുജിത് ദാസ് എന്ന IPS ഉദ്യോഗസ്ഥനെ ബലിയാടാക്കേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് എല്ലാ കാലത്തും ചിലപ്പോൾ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഡാമേജ് ഉണ്ടാക്കാം. കാര്യം ഉദ്യോഗസ്ഥർ ഇനിയിപ്പോ ധൈര്യപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമോ എന്നുള്ള കാര്യം. ഈ തുറന്നു പറയാൻ വിളിച്ച ആളും ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വിളിച്ചതല്ല. അദ്ദേഹം ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു, അതിഗുരുതരമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. ഒരു IPS ഉദ്യോഗസ്ഥൻ ഒരു ജനപ്രതിനിധിയോട് പറയാൻ പാടില്ലാത്ത വാചകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കയ്യിലും കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത.
ആ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോ ശശിധരനെതിരെ എന്തുകൊണ്ട് അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഘപരിവാർ അനുകാരികൾ അതിനെ വിശദീകരിക്കുന്നത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഉദ്യോഗസ്ഥനെ ആയതുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന്. സ്വാഭാവികമായിട്ട് IPS-നുള്ളിലെ ഉദ്യോഗസ്ഥരുടെ ഈ ഫോൺ സംഭാഷണം പുറത്തേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടി വരില്ലല്ലോ. ചില സത്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പറയുമ്പോൾ നമ്മളെ കപടനാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ അഴിമതിക്കാരനാക്കി ആ ഉദ്യോഗസ്ഥരെ വെള്ളപൂശാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് വല്ലാത്ത താല്പര്യമാണ്. അങ്ങനെയുള്ള താല്പര്യമാണ് മറുനാടൻ ഷാജൻ എന്ന ഈ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിപത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുന്നത്. കാര്യം പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയ കേസാണ്. അത് IT ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ പല സന്ദർഭങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു, ഒത്തുകളിച്ചു കൊടുത്തതിൽ ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിന്റെ തോളിൽ കൊണ്ടുവന്ന് ചാരിയിട്ട് ആ ഉദ്യോഗസ്ഥനെ വെള്ളപൂശാനേ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ശ്രമിക്കത്തുള്ളൂ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇവർക്ക് ഈ ചില സോഴ്സുകളിൽ നിന്ന് വിവരം കിട്ടി എന്നൊക്കെ നിങ്ങൾക്ക് പറയില്ലേ, ആ സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റില്ല. അതുപോലുള്ള ചില താപ്പാന സോഴ്സുകളാണ് ഇതൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.